അങ്ങനെയാണ് ഞങ്ങളുടെ ഡ്രൈവർ ഹാഷിറിനെ പരിചയപ്പെട്ടത്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ മാഹി സഹാദ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബഹ്റൈൻ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മ്യൂസിയത്തിൽ നമ്മൾ റിഫ ഫോർട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം റിഫ ഫോർട്ടിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിഫ ഫോർട്ടാണ്. റിഫ ഫോർട്ട് ഇന്ന് അറിയുന്നത് ഷെയ്ഖ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഫത്തഹ് എന്നാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫരീർ ബിൻ റഹാൽ ഇവിടെ ഒരു കോട്ട പണിതു. കാലക്രമേണ കോട്ട തകർന്നു. അടിത്തറ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പിന്നീട് ഷെയ്ഖ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഫത്തഹ് അൽ ഖലീഫയുടെ ഭരണകാലത്ത് നിലവിലുള്ള അടിത്തറ ഉപയോഗിച്ച് അദ്ദേഹം കോട്ട പുനർനിർമ്മിച്ചു. ഷെയ്ഖ് സൽമാൻ ബിൻ അൽ ഫത്തഹിൻ്റെ പ്രതിരോധവും വസതിയും കോട്ടയായി ഉപയോഗിച്ചു. പിന്നീടുള്ള കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഫത്തഹിൻ്റെ വസതിയായിരുന്നു കോട്ട. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾക്ക് അവകാശമായി ലഭിച്ചു. 1869 മുതൽ 1932 വരെ ബഹ്റൈൻ ഭരിച്ച ഷെയ്ഖ് ഇസാ ബിൻ അൽ ഖലീഫ ഈ കോട്ടയിലാണ് ജനിച്ചത്. ബഹ്റൈൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഈ കോട്ട പറഞ്ഞതുപോലെ റിഫയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ബഹ്റൈനിലുള്ളവർക്ക് അവധി ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോവാം. കോട്ടയ്ക്കകത്ത് 30-ൽ പരം റൂമുകളുണ്ട്. പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച വസ്തുക്കളാണ് ഭൂരിഭാഗം റൂമുകളിലും കാണാൻ കഴിഞ്ഞത്. രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി തന്ത്രപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയൊക്കെയാണ് കോട്ട നിർമ്മിച്ചത്. അത് പിൽക്കാലത്ത് രാജാക്കന്മാരുടെ വസതിയായിട്ടും കോട്ട ഉപയോഗിച്ചു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബഹ്റൈനിലെ റിഫ ഫോർട്ടാണ്. റിഫ ഫോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും റിഫ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ട കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ബഹ്റൈനിലുള്ളവർ തീർച്ചയായിട്ടും ചരിത്ര പ്രസിദ്ധമായ ഈ റിഫ ഫോർട്ട് നേരിട്ട് പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. ഇറ്റ്സ് മീ യുവർ ഷാദ്. ഇങ്ങോട്ട് കയറരുതാ ചേച്ചു, കയറണ്ട. ബൂൻ ചേച്ചി. Okay, finish.